ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ കൃത്യമായ ഒരു യു ടേൺ അടിച്ചിരിക്കുകയാണ്. ഇത് വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് എന്ന ഒരു ധാരണ പരത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. തെറ്റായ ധാരണ എന്ന് പറയേണ്ടി വരും. തെറ്റായ ധാരണ എന്ന് പറയാനില്ല. കാരണം ഈ ഇടതുപക്ഷക്കാർക്കെല്ലാം ഈ സാധാരണ അല്ലാതെ ഉള്ള വിശ്വാസികളെക്കാളും കടുത്ത അന്ധവിശ്വാസികളാണ് ഈ ഇടതുപക്ഷക്കാര്. അവരുടെ പല നേതാക്കന്മാരും ഇലക്ഷന് മുന്നേ പല ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെല്ലാം തെളിവ് സഹിത ആൾക്കാർ പുറത്തുവിട്ടതാണ്. ഒരു ബ്ലോഗർ മുഖ്യമന്ത്രിയുടെ മകൾ ശത്രുസംഹാര പൂജയ്ക്ക് തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ പോയത് പൊക്കിയില്ലേ? അപ്പൊ പിന്നെ ഏറ്റവും അന്ധവിശ്വാസികളാണ് ഈ ഇടതുപക്ഷക്കാർ. പക്ഷെ രാഷ്ട്രീയപരമായി കുറെ സാംസ്കാരികത്തിൽ ഉന്നമനം എന്ന് പറഞ്ഞിട്ട് ഷോ കാണിക്കുന്നവരാണ് ഈ ഇടതുപക്ഷക്കാർ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു അന്നത്തെ ഒരു ഷോ. അതായത് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ആണ് എന്ന് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു അത്. പക്ഷെ അത് BJPക്ക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളായ ഭൂരിപക്ഷം ആൾക്കാരുടെ വോട്ട് വേണം എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെയാണ് ഇവരിപ്പോ ഈ ഉൾട്ടയടിക്കുന്നത്. പക്ഷെ ഇവർ ചതിച്ചത് ആരെയാണെന്ന് അറിയാമോ? കുറെ പെണ്ണുങ്ങള് ഒളിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന എന്ന രീതിയിൽ അവർ മലകയറാൻ പോയ കുറച്ച് സ്ത്രീകളുണ്ട്. പെപ്പർ സ്പ്രേ കണ്ണിലേറ്റ് വാങ്ങിയ സ്ത്രീയുണ്ട്, ഇല്ലേ? ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അതൊന്നും വിശ്വാസത്തിന്റെ പേരിൽ പോയതല്ലോ, നവോത്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ പേരിലല്ല പോയത്. ആരെ വിശ്വസിച്ചാ അവർ പോയത്? ഇടത് സർക്കാരിനെ വിശ്വസിച്ചാണ് അവർ പോയത്, ഇല്ലേ? ഇപ്പൊ അവരുടെ ഉദ്ദേശം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർ ആരെ വിശ്വസിച്ചാ പോയത്? ഇടത് സർക്കാരിനെ, അതായത് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ സ്ത്രീകൾ അവരുടെ ജീവൻ കൈ പിടിച്ചുകൊണ്ടാ പോയത്, ഇല്ലേ? അപ്പൊ വലിയ രീതിയിലുള്ള എതിർപ്പുകളായിരുന്നു അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതായത് വിശ്വാസികൾ വളരെയധികം ഈ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് അക്രമാസക്തരാകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്ത്രീകൾ വിശ്വസിച്ച് പിണറായി വിജയനെയും CPM-നെയും വിശ്വസിച്ചുകൊണ്ടാണ് ശബരിമല കയറാൻ പോയത്. അവരെ കൂടിയാണ് ഈ സർക്കാർ ഇപ്പൊ ചതിച്ചിരിക്കുന്നത്. അവരെ മാത്രമല്ല, വിശ്വാസ സമൂഹത്തെയും ചതിക്കുന്ന ഒരു നിലപാടാണിത്. ഇവരിപ്പോൾ ഈ ഒരു നിലപാട് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ വോട്ട് കിട്ടണം, ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇത് മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ ഇവരുടെ ഈ ഗൂഢലക്ഷ്യം ഇവിടെ വിലപ്പോവില്ല. ചേച്ചി, നമുക്കറിയാം ശബരിമലയിലെ നവോത്ഥാനം എന്ന് പറയാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ സർക്കാർ മുൻകൈ എടുത്താണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത്. ചേച്ചി പറഞ്ഞ പോലെ വിശ്വാസികളായ സ്ത്രീകളല്ല ശബരിമലയിൽ. വിശ്വാസികളായിരുന്നെങ്കിൽ അവർക്ക് കയറണ്ട, അവർ കയറില്ല. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പ്രായപരിധി ഉണ്ട് എന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് അവിടെ കയറാൻ പാടില്ല. സ്ത്രീകളെ കയറ്റാത്ത ഇടമല്ലത്. ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് അടുത്ത് അവർക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ പോകുന്നുണ്ട്. റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് സ്ത്രീകൾ പോകുന്നുണ്ട്. അപ്പോ അവിടെ പോയവരാരും യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ശബരിമല വിഷയത്തിൽ കൈപൊള്ളിയെന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായതാണ് സർക്കാരിന്, അല്ലെങ്കിൽ CPM-ന് തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് സുപ്രീം കോടതി ഇറക്കി, അല്ലെങ്കിൽ നിയമപരമായി നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അവർ വാക്കുകൊണ്ട് നമുക്കെല്ലാം അറിയാലോ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് തെറ്റാണ്, അല്ലെങ്കിൽ അത് വോട്ട് ബാങ്കുകളെ തങ്ങളിൽ നിന്ന് ഒരുപാട് അകലാൻ കാരണമായി എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. പക്ഷെ അത് കോടതിയിലേക്ക് പോകുന്നത് ഇപ്പോൾ മാത്രമാണ്. നിലപാടുകളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നിലപാടുകളിൽ യൂട്ടേൺ അടിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന്റെ സ്ഥിരം ശൈലിയായി മാറിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ CPM-ന് തെറ്റുപറ്റിയെന്ന് CPM-ന്റെ മുതിർന്ന നേതാക്കൾ വീടാന്തരം കയറി സാധാരണക്കാരായ വിശ്വാസികളോട് മാപ്പ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോഴും സർക്കാർ തിരുത്താൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? വോട്ടിന് വേണ്ടി ഈ എടുത്ത നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ സമയത്ത് പറഞ്ഞത്. അതേ സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തർക്കും വിശ്വാസികൾക്കും ഒപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അതേ സർക്കാരാണ് ഇപ്പൊ തിരുത്തലിന് തയ്യാറായിരുന്നത്. അതേ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടും പോയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈശ്വര ഭയം, വിശ്വാസം എന്നിവ ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് ഈ കള്ളത്തരത്തിന് ഇവർ കൂട്ടി നിൽക്കുവോ? ഇല്ല. അമ്പല കള്ളന്മാരാകുവോ ഇവര്? ഇല്ല. അപ്പൊ ഇതൊന്നും പാവനിഷ്കളങ്കരായ വിശ്വാസികൾ തെറ്റിദ്ധരിക്കരുത് CPM-കാർ വിശ്വാസികളായി എന്ന്. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വിശ്വസിക്കും. അല്ലേ ചേച്ചി, മറിച്ചായിരുന്നെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഒരു വിഭാഗം വിശ്വസിച്ചേനെ. CPM-കാർ വിശ്വാസികളായി, വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് CPM-കാർ എന്ന് പറയുന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുന്നു.
പക്ഷെ ശബരിമലയിൽ അയ്യന്റെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ട് പോയിട്ട് ഇന്നും അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ തള്ളിപ്പറയാത്ത പാർട്ടി ഈ ഒരു വിഷയത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത് തെറ്റാണ്, ഞങ്ങൾ ഇനി മുതൽ വിശ്വാസികൾക്കൊപ്പാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിശ്വാസികളെ ദേവപ്രശ്നം വെച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇതിന് പരിഹാരം ചെയ്യണം, ശബരിമലയിൽ സ്വർണം കട്ടതിന് ഒരു പരിഹാരമുണ്ട്. ഇനിയിപ്പോ കട്ട സ്വർണം പല രൂപത്തിലായിട്ടുണ്ടാവും, അത് കൊണ്ടുവരാൻ പറ്റില്ല, പല കൈ മറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു പരിഹാരം എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉണ്ടായ പ്രശ്നമായതുകൊണ്ട് ഇനി ഭക്തർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് നിലപാട് തിരുത്തു എന്നെങ്ങാനും വിദഗ്ധ ഉപദേശം ലഭിച്ചു കാണും, അല്ലാതെ വഴിയില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവടക്കം സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, UDF അധികാരത്തിൽ വന്നാൽ നിലവിലെ സർക്കാർ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതി തിരുത്തലുണ്ടാകുമെന്ന്. അപ്പൊ അതിനു മുന്നേ ഓടുന്ന പട്ടിക്ക് വരുമ്പോൾ പിന്നെ ഞങ്ങളങ്ങ് തിരുത്താമെന്ന്. അപ്പൊ വിശ്വാസ സമൂഹം വിചാരിക്കും UDF വരട്ടെ, അപ്പൊ അത് നമുക്ക് അനുകൂലമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഹിന്ദു വോട്ടുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് അല്ലെങ്കിൽ വലിയ വോട്ട് ബാങ്ക്, ഭൂരിഭാഗം വോട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെതാണല്ലോ. ഹിന്ദുക്കളുടെ വോട്ട് ശബരിമല വിഷയത്തിൽ വന്ന സമയം മുതൽ LDF നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ട്. അത് നേരിട്ട് അറിയുന്ന ഒരുപാട് കുടുംബങ്ങൾ, അതായത് അവർ കടുത്ത LDF കാരാണ്, പക്ഷെ CPM കാരാണ്. CPM കാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായി അവരുടെ അമ്പലത്തിൽ പോക്ക്, വിശ്വാസം, ഇതൊന്നും അവർ മാറ്റിവെച്ചിട്ടില്ല. അത് തീരെ അങ്ങ് അന്ധമായിട്ടുള്ളവർ മാത്രമാണ് പാടെ എല്ലാം അവഗണിക്കുന്നത്. ഒരുവിധമുള്ള ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള സാധാരണ ആൾക്കാരെല്ലാം അമ്പലത്തിലും പോകും, വിശ്വാസവും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. നേരിട്ടറിയുന്ന ഒരുപാട് പേര് ആ സമയത്ത് ശബരിമല ഇഷ്യൂ നടക്കുമ്പോൾ ഇനി എന്റെ വോട്ട് കമ്മ്യൂണിസ്റ്റിനില്ല എന്ന് പറഞ്ഞ് കുടുംബത്തോടെ മാറിയ ആൾക്കാരെ എനിക്കറിയാം. അതായത് കടുത്ത കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഒരുപാട് പേരുണ്ട്, ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേര്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ആശയങ്ങളും നേതാക്കന്മാരുടെ ആശയം അവരുടെ ധൈര്യവും ധീരതയും എല്ലാം കണ്ടിട്ടാണ് ആൾക്കാർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടിട്ട് ആൾക്കാർക്ക് അത് പറയാൻ തന്നെ ഒരു അഭിമാനമാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാൻ. പക്ഷേ ആ പറഞ്ഞെടുത്ത് അവരുടെ വിശ്വാസങ്ങളെ എല്ലാം ചവിട്ടി മെതിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും വിശ്വാസികളല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്, അതായത് അമ്പലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല എന്നുള്ളിടത്ത് ബാഗിൽ സാനിറ്ററി പാഡ് വരെ വെച്ചുകൊണ്ട് അവർ ശബരിമലയിൽ കയറി എന്ന് പറയുമ്പോൾ, അപ്പൊ ഉപയോഗിച്ചതല്ല, നമുക്കത് പറയാം, ഉപയോഗിച്ചതല്ലല്ലോ കൊണ്ടുപോയത്, അതിനെയൊക്കെ ന്യായീകരിക്കാം. പക്ഷെ എന്നാലും വിശ്വാസികളുടെ ശബരിമല പോലൊരു സ്ഥലത്ത് ന്യായീകരിക്കാനാവുന്ന കാര്യമല്ലേ സ്ത്രീകളുടെ മനസ്സിൽ, അതായത് വിശ്വാസികളായ ആൾക്കാരുടെ മനസ്സിൽ ഏറ്റ മുറിവ് എന്ന് പറയുന്നത് ചിലർ അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്ന് ഇപ്പോ ഇവർ U-turn അടിക്കുമ്പോൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഇവര് ഇങ്ങനെ മാറ്റുവോ? ചേച്ചി, ഇത് നിസ്സാര കാര്യം എന്നല്ലല്ലോ, തെരഞ്ഞെടുപ്പാണ്, വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചാണ്. ചേച്ചി ഒരു മറുവശം ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ട് നടക്കുന്നു. ഓരോ മന്ത്രിമാരടക്കം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. ഇതുകൊണ്ടെല്ലാം ഇവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനൊപ്പമാണ് CPM അല്ലെങ്കിൽ LDF എന്നൊരു സന്ദേശം. മറ്റൊരു വർഗീയത പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് UDF വരുവാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, അത് എന്തിനാണ് അവർ പറയുന്നത്? ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വോട്ടുള്ളതാരാണ്? ഹിന്ദുക്കൾ. വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് നിലപാടിലും നയങ്ങളിലും മാറ്റം വരുത്താൻ CPM-ഉം LDF-ഉം തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ, എന്താണ് 5 വോട്ടിന് വേണ്ടി നിലപാടിലോ നയത്തിലോ മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എന്ത് പറ്റി? ഒരു ചോദ്യമല്ലേ. ശബരിമലയിലെ സ്വർണം കട്ടു, ഇനി ഇവര് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും കേരളത്തിലെ പൊതു സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്കിപ്പോ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് CPM-കാരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് തോന്നുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. ആ സമയത്ത് കരിക്കകം ക്ഷേത്രം, അതായത് കടകംപള്ളി പഞ്ചായത്തിലുള്ളതാണ് കരിക്കകം ക്ഷേത്രം. ആ കരിക്കകം ക്ഷേത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ജനിച്ചു വളർന്നയാളാണ്, തൊട്ടടുത്താണ് വീട്, തൊട്ടടുത്ത്. അതായത് ജനിച്ചു വളർന്നയാളാണ്. എന്തായാലും ജനിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ലല്ലോ അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക, വളർന്ന് ആശയങ്ങൾ പിന്നീടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ആ അമ്പലത്തിൽ ആ ഒരു പരിസരം, അതായത് തിരുവനന്തപുരത്തുള്ള എല്ലാ ആൾക്കാരുടെ ഈ ആറ്റുകാൽ പോലെ തന്നെ ഒരു വികാരമാണ് കരിക്കകം അമ്പലം എന്ന് പറയുന്നത്. അതായത് അതൊരു നീതി നടപ്പാക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ആ അമ്പലത്തിനെ കുറിച്ചുണ്ട്. ആ അമ്പലത്തില് കുമ്മനം രാജശേഖരൻ, C. ദിവാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് ആ അമ്പലത്തില് ദീപാരാധന സമയത്ത്, സന്ധ്യ സമയത്ത് അവിടെ ഉണ്ട്. അതായത് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് 3 പേരും അവിടെ ഉണ്ട് ദീപാരാധന സമയം. ഇപ്പം എന്തായാലും ശരി, അമ്പലത്തിലൊക്കെ പോയി ശീലിച്ചിട്ടുള്ളവർ, ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ഈ ദീപാരാധനയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ അറിയാതെ അതൊരു ഹാബിറ്റാണ്, ഇങ്ങനെ വന്നു പോകും എന്നുള്ളത്. C. ദിവാകരൻ നന്നായി തൊഴുന്നുണ്ട്,
കുമ്മനം രാജശേഖരൻ നന്നായി ആത്മാർത്ഥമായി തൊഴുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ നിന്നിട്ട് കൈ അറിയാതെ ഇങ്ങനെ പൊങ്ങുന്നു. ഇവിടെ വരെ എത്തുമ്പോഴേക്കും പിണറായി വിജയന്റെ മുഖം ഓർമ്മ വരും, പെട്ടെന്ന് കൈ താക്കും, വീണ്ടും അറിയാതെ കൈ ഇവിടെ വരെ വരും, വീണ്ടും ഇങ്ങനെ. ആ മുഖത്തെ പരിഭ്രമവും ആകെ സംഭ്രമിച്ചായിരുന്നു അദ്ദേഹം അന്നുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ അന്നേറെ ശ്രദ്ധ ആകർഷിച്ചായിരുന്നു. അപ്പോ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്നും ആ ഭക്തിയും ഇതെല്ലാം ഉണ്ട്, വിശ്വാസവും എല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഘടകങ്ങൾ, അതായത് അധികാരം, നിലനിൽപ്പ്, അങ്ങനെയുള്ള കുറേ ഇതുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇവരിൽ പലരും ഇതൊന്നും പുറത്തു കാണിക്കാത്തത്. ഈ പറയുന്ന പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും അവരുടെ സമയം നോക്കാൻ പോകും, ദോഷപരിഹാരങ്ങൾക്ക് പോകും, മരണാനന്തര ചടങ്ങുകൾ പൊതുവെ പബ്ലിക്കായിട്ട് അതൊന്നുമില്ല എന്ന് പറയുകയും എന്നാൽ രഹസ്യമായി ചിതാഭസ്മം ഒഴുക്കാൻ പോവുകയും തുടങ്ങിയ ചടങ്ങുകളെല്ലാം ചെയ്യുന്നവരുമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അതിൽ തന്നെ വ്യക്തമാക്കുന്നത് എന്താണ്, ഇവർക്കെല്ലാം ഉള്ളത് ഒരു കപട മുഖവും കപട പുരോഗമനവാദവും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ നിലപാട്.